ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2-3 ചെറിയ ടോപ്പിക്കുകളാണ്. ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്താണെന്നുള്ളത്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേറെ ഒരു ഈവന്റും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബാധിക്കുന്നില്ല, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ 2 ഈവൻസുകളാണ് നമ്മൾ എടുക്കുന്നത് ഇൻഡിപെൻഡന്റ്. ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഈവന്റ്, ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നത് മറ്റൊരു കാര്യം സംഭവിക്കുന്നതിനെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെ തന്നെയാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ഈവൻസ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡന്റ് വെൻ ഒക്കറൻസ് ഓഫ് വൺ ഈവന്റ് സേ ഈവന്റ് എ ഡസ് നോട്ട് അഫക്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ അതർ ഈവന്റ് ബി എന്ന് പറയുന്നു. ഇപ്പോൾ 2 സംഭവങ്ങളാണ്, ഒന്ന് എയും ബിയും. പക്ഷേ എ ഒക്കർ ചെയ്യുന്ന ഒരു കാരണവശാലും ബീനെ അഫക്റ്റ് ചെയ്യുന്നില്ല, ബി ഒക്കർ ചെയ്യുന്നത് കൊണ്ട് എനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലും അഫക്റ്റും ചെയ്യാതെയാണ് അവരുടെ ഈവന്റുകൾ ഉണ്ടാകുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ് ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ലെറ്റ് ഈവന്റ് എ ബി ലൈഫ് ഓഫ് ആൻ എക്യുപ്മെന്റ് exceeding 100 hours and event B life of the equipment exceeding 200 hours. ഇവന്റ് എയിൽ 100 hours എക്സീഡ് ചെയ്യുന്നുണ്ട്, ഇവന്റ് ബിയിൽ 200 hours ആണ്. അപ്പോൾ ഈവൻസ് ആർ ടു ബി എ ആൻഡ് ബി ആർ ഡിപ്പെൻഡന്റ് ഈവൻസ്. ഇൻഡിപെൻഡന്റ് ഈവൻസ് ആർ യൂസ്ഫുൾ പ്രോപ്പർട്ടി ഓഫ് ഈവൻസ് സിൻസ് ഇറ്റ് സിംപ്ലിഫൈ കാൽക്കുലേറ്റിംഗ് പ്രോബബിലിറ്റി വാല്യൂ. ഇവിടെ കൃത്യമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. 2 ഈവൻറ്റുകളും സംഭവിക്കുമ്പോൾ മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് ഈവന്റ് ആണെന്നുള്ളത് മാത്രം, പ്രോബബിലിറ്റി എന്ന് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പറയുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഫ് എ ആൻഡ് ബി, ഒരു സാമ്പിൾ സ്പേസിൽ എയും ബിയും 2 ഈവൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരിക്കും. ഈവൻറ്റ് ബി നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് എ ഓൾറെഡി ഒക്കർ ചെയ്തതാണ്, ഡിനോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, പി ഓഫ് ബി ബി എ ഈസ് ഡിഫൈൻഡ് ആസ് എങ്ങനെ വരും, ബി ഓഫ് എ എന്ന് പറയുമ്പം എങ്ങനെ വരും, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. 0-നേക്കാട്ടിലും വലിയ വാല്യൂ ആയിരിക്കും എപ്പോഴും പി ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. A bag contains 5 red marbles, 3 green marble and 2 blue marble. ഒരു ബാഗിൽ 5 റെഡ് മാർബിളും 3 ഗ്രീൻ മാർബിളും 2 ബ്ലൂ മാർബിളും ഉണ്ട്. ഇഫ് എ മാർബിൾ ഈസ് ഡ്രോൺ അറ്റ് എ റാൻഡം ഫ്രം എ ബാഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഗ്രീൻ ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റെഡ്? ബാഗിൽ നിന്ന് നമ്മളോട് ഒരു മാർബിൾ എടുക്കാൻ പറയാണ്. നമ്മൾ കണ്ണടച്ചിട്ട് ഒരു മാർബിൾ എടുക്കുമ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഗ്രീൻ ആവാനുള്ള സാധ്യത എങ്ങനെയാണ്, ഗിവൻ ദാറ്റ് ഈസ് നോട്ട് റെഡ്. റെഡ് ആവരുതെന്ന് പറയുന്നുണ്ട്, ഗ്രീനിൽ ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ എത്ര മാർബിൾ ഉണ്ട്, 5 റെഡ് 3 ഗ്രീൻ 2 ബ്ലൂ, ടോട്ടൽ 10 മാർബിൾ ഉണ്ട്. ഈവന്റ് എ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം ഈ ഗ്രീൻ മാർബിൾ ആവാനുള്ള സാധ്യതയെ എ എന്ന് കൊടുക്കുക. ബി എന്ന് പറയുന്നത് എന്താണ്, നോൺ റെഡ് മാർബിൾ ആവുക, അതായത് ഗ്രീനോ ബ്ലൂവോ ആവാനുള്ള സാധ്യത. റെഡ് അല്ലാത്ത ബാക്കി 2 സംഭവിക്കാനുള്ളത്. എ എന്ന് പറയുന്നത് ഗ്രീൻ തന്നെ ആവണം, ബി എന്ന് പറയുന്നത് റെഡ് അല്ലാത്ത മറ്റു 2 ആവാനുള്ള സാധ്യത. അപ്പോൾ ഈ പ്രോബബിലിറ്റി നോൺ റെഡ് മാർബിൾ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നോൺ റെഡ് ഉണ്ടാവാനുള്ള എത്രയും സാധ്യത ഉള്ളൂ, ഗ്രീനോ ബ്ലൂവോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 3 + 2, അപ്പോൾ 5 ആണ് അവിടെ സാധ്യത ഉള്ളത്. അപ്പോൾ 5 ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, 10 എണ്ണം. 10 എണ്ണത്തിൽ 5 എണ്ണമാണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ 1/2 ആണ് ആൻസർ വരിക. ഇനി പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പം അവിടെ ഗ്രീൻ മാർബിളും നോൺ റെഡ് മാർബിളും വരാനുള്ള സാധ്യതയാണ്. അതിൽ ഗ്രീൻ മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം ഗ്രീൻ ഉള്ളത്, 3 എണ്ണം. അപ്പോൾ 3/10 ആണ് അവിടെ ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുക, പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ പി ബി എന്നാണ് പറയുന്നത്. പി ഓഫ് എ കണ്ടീഷണൽ ബി എന്ന് പറയുമ്പം 3/10 ഇൻറ്റു 1/2 ആണ് വരുന്നത്. 3/10 എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രീൻ ബൈ ടോട്ടൽ.
പിന്നെ 1/2 എന്ന് പറയുന്നത് എന്താ, നമ്മളിവിടെ കണ്ടുപിടിച്ചതിൻ്റെ പ്രോബബിലിറ്റി. നോൺ ഗ്രീൻ ആവാനുള്ള സാധ്യതയാണ് 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3/2 ഇൻറ്റു 1/2 ആണ്. അപ്പോൾ P(a)/b പറയുമ്പോൾ 3/10 ഇൻറ്റു 2/1 തിരിച്ചാണ് ഇടേണ്ടത്. അപ്പോൾ P(a) = 3/5 എന്ന് വരും. 3/5 എന്ന് പറയുമ്പം ഇവിടെ 3/10 ഇൻറ്റു 2/1. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 5 വരും. അപ്പോൾ 3/5 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഗ്രീൻ മാർബിളും സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3/5 ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തൊരു പ്രോബ്ലം പറയാം. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. ഒരു കോയിൻ നമ്മൾ 2 തവണ ടോസ് ചെയ്യുന്നുണ്ട്. അതിൽ സെക്കൻഡ് ടോസ് ഈസ് എ ടെയിൽ. രണ്ടാമത് ടോസ് ചെയ്തപ്പം ടെയിലാണ് കിട്ടിയത്. ഗിവൺ ദാറ്റ് ദ ഫസ്റ്റ് ടോസ് വാസ് ഹെഡ്. അപ്പോൾ ആദ്യത്തെ ടോസ് ഹെഡ് ആണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൊല്യൂഷൻ എന്താ? 2 കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ 2 ഔട്ട്കം ഉണ്ടായിട്ടുണ്ടാവും. ഒരു വട്ടം എച്ചും ഒരു വട്ടം ടെയിലും ആവാനുള്ള സാധ്യത ഉണ്ട്. അതിൽ ഈവൻ്റ് എ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ടോസ് ആണ് ടെയിലായിട്ടുണ്ടാവുക. ഈവൻ്റ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടോസ് ആണ് ഹെഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. P(b) എന്ന് പറയുന്നത് ഹെഡ് വരാനുള്ള ആദ്യത്തെ പ്രാവശ്യം ഹെഡ് വരാനുള്ള സാധ്യത എന്നല്ലേ പറഞ്ഞത്, അത് 1/2 ആയിരിക്കും. പിന്നെ സെക്കൻഡ് ടോസ് ടെയില വരാനുള്ള സാധ്യതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ തരത്തിൽ ഔട്ട്കം എന്ന് പറയുന്നത് 2 പ്രാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ഹെഡ് വന്നു, ഒരു പ്രാവശ്യം ടെയിൽ വന്നു. അപ്പോൾ 1 ഫേവറബിൾ ഔട്ട്കം ഓഫ് 4 ടോട്ടൽ ഔട്ട്കംസ്. അപ്പോൾ അതിൽ എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്? 2 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ 2 വട്ടവും ഹെഡ് വരാം, ഒരു വട്ടം ഹെഡും ടെയിലും വരാം, രണ്ടാം വട്ടം ഇട്ടപ്പോൾ ടെയിലും ഹെഡും വരാം, പിന്നെ രണ്ടും ടെയിൽ വരാം. അങ്ങനെ 4 പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതിൽ P(a) ആൻഡ് B സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 4ൽ 1 ഉണ്ടായിട്ടാവുള്ളൂ ഒരു തവണ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? 1/4 ഇൻറ്റു 1/2. 1/4 ഇൻറ്റു 1/2 പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. 1/4 ഇൻറ്റു 2/1 ആയി മാറുന്നത്. അപ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്ത് പോയാൽ ബാക്കി എത്ര വരും? 1/2 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? സെക്കൻഡ് ടോസ് ടെയിലാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹാഫ് ആണെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി, റിലേറ്റീവ് പ്രോബബിലിറ്റി, മാർജിനൽ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബേസ് തിയർ ആണ്. അതും കൂടി എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്താണ് ബേസ് തിയർ എന്നൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ബേസ് തിയറം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആണ് പ്രോബബിലിറ്റിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഡിസ്ക്രൈബ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു അപ്ഡേറ്റ് അവർ ബിലീഫ്സ് ഓർ പ്രോബബിലിറ്റീസ് വെൻ ന്യൂ എവിഡൻസ് ഈസ് അവൈലബിൾ. പുതിയതായിട്ടൊരു തെളിവ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റീസിനെയും ബിലീഫ്സിനെയും എങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആണ് ബേസ് തിയർ എന്ന് പറയുന്നത്. 18th സെഞ്ച്വറിയിലെ ഒരു മാത്തമാറ്റീഷ്യൻ തോമസ് ബേസ് ആണ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചത്. അപ്പോൾ അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണെന്നുള്ളത്. പിന്നെ ബേസ് തിയറത്തിൽ പറയുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. 2 ഈവൻസ്, അപ്പോൾ എയും ബിയും, വി ക്യാൻ റൈറ്റ് ദ ഫോളോയിങ് 2 കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. P(a) ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ P(b)യും P(b)/a എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം എ മുകളിൽ വരിക, a/b വരുമ്പോൾ ഇവിടെ a ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ബി ആയിരിക്കും. a/b ആവുമ്പോൾ b ആയിരിക്കും ഇവിടെ വരിക. b/a ആവുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് a ആയിരിക്കും ഉണ്ടാവുക. അത്രേ വ്യത്യാസമുള്ളൂ. യൂസിങ് 2 ഇക്വേഷനും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി വരുമ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ ഉണ്ടാവുക? b/a = P(a/b) ഡിവൈഡഡ് ബൈ P(b) P(b) ഡിവൈഡ് ബൈ P(a). ഈ ഇക്വേഷനാണ് അവിടെ പഠിച്ചു വയ്ക്കേണ്ടത്. ബേസ് തിയറം എന്ന് പറയുമ്പോൾ തിയറി എന്താണെന്നുള്ളതും ഈ ഒരു ഇക്വേഷൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും.
നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ബേസ് തിയറം എന്തായാലും പഠിച്ചു വയ്ക്കുക. കാരണം അതിനൊരു സാധ്യത വളരെ കൂടുതലാണ്. ബേസ് തിയറത്തിൽ പ്രധാനമായിട്ടും ഡാറ്റ സയൻറ്റിസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോബബിലിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത്. ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഡിസിഷൻ മേക്കർക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ ബിലീഫ്സിനെ ട്യൂൺ ചെയ്തെടുക്കാം. അഡീഷണൽ ആയിട്ടൊരു ഡാറ്റ റിസീവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് തീരുമാനം എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ടെർമിനോളജി ഇവിടെ പറയുന്നുണ്ട്. പി ഓഫ് ബി എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റി ആണ്. എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രോബബിലിറ്റി വിത്തൗട്ട് എനി അഡീഷണൽ ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു കാര്യത്തിനെ കുറിച്ച്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു എസ്റ്റിമേഷനെയാണ് എന്ത് പറയുക, പി ഓഫ് ബി എന്ന് പറയുന്നത്. പി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ആണ്. അതായത് ഈവന്റ് എ ഹാസ് ഒക്കേർഡ്, എ ഒക്കർ ചെയ്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഒക്കറൻസ് ഓഫ് ഈവന്റ് ബി? എ ഓൾറെഡി അവിടെ ഒക്കർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബി ഉണ്ടാവാനുള്ള സാധ്യതയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് പോസ്റ്റ് ദ അഡീഷണൽ ഇൻഫർമേഷൻ. അപ്പോൾ ഒരു അഡീഷണൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയതാണ് എ ഒക്കർ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ബേസിൽ ബിയുടെ ഒക്കറൻസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വരുന്നത്. പി ഓഫ് എ എന്ന് പറയുന്നത് പ്രയർ പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ബ്ലാക്ക് ബോക്സസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് ആർ മാനുഫാക്ചേർഡ് ബൈ 3 കമ്പനീസ് എ ബി ആൻഡ് സി. അതായത് വിമാനത്തിൽ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ബോക്സ് 3 കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എ ബി സി പറഞ്ഞിട്ടുള്ളത് 75% മാനുഫാക്ചർ ചെയ്യുന്ന എയും 15% ബിയും 10% സിയും ആണ്. ഡിഫക്റ്റ് റേറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ എ ബി സി ആർ 4%. എ ഉണ്ടാക്കണതിൽ 4%, ബി ഉണ്ടാക്കണതിൽ 6%, സി ഉണ്ടാക്കണതിൽ 8% ഡിഫക്റ്റ് ആണ്. If a black box tested randomly is found to be defective, what is the probability that it is manufactured by company A? കമ്പനി എ മാനുഫാക്ചർ ചെയ്തതിൽ ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പി ഓഫ് എയും പി ഓഫ് ബിയും സിയും ആണ് ഈവൻസുകളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് ഡി എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ബ്ലാക്ക് ബോക്സ് ആണ്. പി ഓഫ് ഡി ആണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റിംഗ് ദ പ്രോബബിലിറ്റി ആരുടെയാണ് കണ്ടത്? എ അല്ലേ ഫസ്റ്റ്. 75% മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എയുടെ ഡിഫക്റ്റീവ് 4%. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇക്വേഷൻ എഴുതുന്നുണ്ട് പി ഓഫ് എ ബൈ ബി ഈക്വൽ ടു പി ഓഫ് ഡി ബൈ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ഡി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പി ഓഫ് ഡി ബൈ എ എന്ന് പറയുന്നത് 0.04 ആണ്. അതായത് 4%. പി ഓഫ് എ എന്ന് പറയുന്നത് എത്ര? 0.75 ആണത്. ടോട്ടൽ മാനുഫാക്ചർ ചെയ്യുന്നത് 75%. അപ്പോൾ 0.75. അപ്പോൾ പി ഓഫ് ഡി കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 75 ഇൻറ്റു 0.4 പ്ലസ് അടുത്തത് ബിയുടെ എടുക്കാം 0.15. 15% ആണ് ബിന്. അതിലെത്രയാണ് അതിൻ്റെ ഡിഫക്റ്റീവ്? 6%. പിന്നെ സി 0.10 ഇൻറ്റു അതിൻ്റെ ഡിഫക്റ്റീവ് 8% ആണ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഓരോന്നിനെയും എടുത്തിട്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം പിന്നെ പ്ലസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. 3 കൂടി ലാസ്റ്റ് പ്ലസ് ചെയ്തിട്ട് അപ്പോൾ 0.0. ഇവിടെ ഓരോന്നിൻ്റെയും മാനുഫാക്ചറും ഡിഫക്റ്റും എടുത്ത് ഇൻറ്റു ചെയ്യുക. കിട്ടുന്ന ആൻസറുമായിട്ട് ബാക്കിയുള്ളതിനെ ആഡ് ചെയ്യാം. അപ്പോൾ 0.047 കിട്ടും. അപ്പോൾ പി ഓഫ് എ ബൈ ഡി എന്ന് പറയുമ്പം 0.04 ഇൻറ്റു, അതായത് 75% മാനുഫാക്ചർ ചെയ്യുന്നതിൽ 4% ഡിഫക്റ്റീവാണ്. പ്രോബബിലിറ്റി കാണാൻ പറയുമ്പം ഡിവൈഡഡ് ബൈ പി ഓഫ് ഡി എത്ര വരിക? 0.047. അപ്പോൾ നമുക്ക് 0.6382 എന്ന് ആൻസർ കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസ് തിയറം ഉപയോഗിച്ചുള്ള പ്രോബ്ലം ചെയ്യാൻ വരുമ്പോഴും കൃത്യമായിട്ടത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു പ്രോബ്ലം കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം. എ സർട്ടൺ ഡിസീസ് അഫക്റ്റ് 1% ഓഫ് ദ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ 1%നെയാണ് ഒരു പ്രത്യേക അസുഖം ബാധിച്ചിരിക്കുന്നത്. ടെസ്റ്റ് ഫോർ ദ ഡിസീസ് ഈസ് 95% ആക്യുറേറ്റ്. ആ രോഗം സ്ഥിരീകരിക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ 95% ആക്യുറേറ്റ് ആയിട്ട് പറയാറുണ്ട്. ഹു ഹാവ് ദ ഡിസീസ് ആൻഡ് ദോസ് ഹു ഡോണ്ട്. ആർക്കൊക്കെ അസുഖം ഉണ്ട് ഇല്ല എന്നൊക്കെ പറയണ്ടേ. ഇഫ് എ പേഴ്സൺ ടെസ്റ്റ് പോസിറ്റീവ് ഫോർ ദ ഡിസീസ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദേ ആക്ച്വലി ഹാവ് ദ ഡിസീസ്? ഇനി ഒരു ആളെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് റിസൾട്ട്. അപ്പോൾ അയാൾക്ക് ആ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പി ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് എത്രയാണ്? 1%. അതായത് 0.01 ആണ് ഒരു ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. പോസിറ്റീവ് ബൈ ഡിസീസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 95%ഉം ആൻസർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ 0.95. നെഗറ്റീവ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയായിരിക്കും? അപ്പം നെഗറ്റീവ് ഒരു നോ ഡിസീസ് പറയുന്നത് 0. ഡിസീസ് ഉണ്ടെങ്കിൽ 95%ഉം പോസിറ്റീവാണ്. ഡിസീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ 95%ഉം നെഗറ്റീവാണ്. അങ്ങനെയാണ് രണ്ട് കണ്ടീഷൻ പറയുന്നത്. ഒന്ന് ഗിവൺ ഡിസീസും നോ ഡിസീസും. ഗിവൺ ഡിസീസിൽ പോസിറ്റീവും നോ ഡിസീസിൽ നെഗറ്റീവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബേസ് തിയറി അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? ഡിസീസ് ഉള്ള ആള്. ബി എന്ന് പറയുന്നത് പോസിറ്റീവായ ആള്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ഡിസീസ് ബൈ പോസിറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡിസീസ് ഉള്ള ആൾക്ക് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാന്ന് അറിയുമ്പം എത്ര സാധ്യത ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് ബൈ ഡിസീസ് ഇൻറ്റു ഡിസീസ് ബൈ പോസിറ്റീവ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോ ഡിസീസ് എത്ര? 1 - P ആണ്. ഇത് ഡിസീസ് ഉള്ള സെക്ഷൻ. അപ്പോൾ 1 ടോട്ടലെങ്കിൽ ആ ടോട്ടലിൽ നിന്ന് ഡിസീസ് ഉള്ള സെക്ഷൻ മാത്രം മാറ്റുമ്പം 0.99 ആണ് എന്നുള്ളത് നോ ഡിസീസ് ഉള്ള ഉണ്ടാവാനുള്ള സാധ്യത. അതിൽ പോസിറ്റീവ് ബൈ നോ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1-ൽ നിന്ന് 1 - P ഇൻറ്റു നെഗറ്റീവാണ് അവിടെ ചെയ്യുക. അപ്പോൾ 1 - P പറയുമ്പം 0.05ഉം നോ ഡിസീസ് പറയുമ്പോൾ 0.9 കിട്ടുന്നത്. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാൻ എളുപ്പമല്ലേ? 0.95 ഇൻറ്റു 0.01 1% ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ 0.95 ഇൻറ്റു ഇത് ചെയ്യുക പ്ലസ് പിന്നെ ഉണ്ടാവാതിരിക്കാനുള്ളത് 0.05 ഇൻറ്റു 0.9. അതായത് ഈ 95ൻ്റെ ബാക്കിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ 0.1 ബാക്കി 99 ഇവിടെ വരുന്നുണ്ട്. ഇൻറ്റു ചെയ്യുമ്പോൾ 0.0545 കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റു ചെയ്യേണ്ടത് എന്താണ്? 0.95 ഇൻറ്റു ഇതേപോലെ തന്നെ എടുത്ത് എഴുതുക. അത് ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഈ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 0.174 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? therefore the probability that a person actually has the disease given positive test result is approximately 17.4% എന്ന് പറയും. അതായത് ഒരു വ്യക്തിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം അയാൾക്ക് പോസിറ്റീവ് ആവുകയും അപ്പോൾ അയാൾക്ക് ഏകദേശം 17.4% ആ രോഗം അയാളെ ബാധിച്ചിരിക്കണമെന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ബേസ് തിയറി ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ട വിധം. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു അസുഖം ബാധിക്കുന്ന സമയത്ത് അയാളുടെ ആ സിംറ്റമോ അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്യാനും ആ ഇൻഫർമേഷൻ വെച്ചിട്ട് മുന്നോട്ട് ബാക്കിയുള്ള മരുന്നും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിൽ ബേസ് തിയറി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പാം ഫിൽറ്ററിങ് വരുന്നുണ്ട്. ഇമെയിൽ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുമ്പോൾ Bayesian spam filters assess the probability of email being spam based on the presence of certain keywords learning from user feedback. അപ്പോൾ ഇമെയിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അതിൽ ഒരുപാട് സ്പാമിൽ കിടക്കുന്ന മെയിൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? സ്പാം മെയിൽസ് എത്ര വരുന്നുണ്ട്, ചില കീവേഡ്സും അതേപോലെ തന്നെ യൂസർ ഫീഡ്ബാക്ക് എന്നൊക്കെ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് സ്പാം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഫിനാൻസും ഇൻഷുറൻസ് സെക്ടറിലൊക്കെ ഉണ്ടാവാനുള്ള റിസ്കുകൾ, മാർക്കറ്റ് ചേഞ്ചുകളും അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മെഷീൻ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് ബേഷ്യൻ മെത്തേഡ്. പിന്നെ ലീഗൽ എവിഡൻസിലും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കോടതിയിലൊക്കെ വ്യവഹാരങ്ങൾ കേസുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരാൾ പുതിയൊരു എവിഡൻസ് വരുമ്പം ചിലപ്പം കുറ്റക്കാരൻ നല്ലവനായി മാറും, നല്ലവൻ കുറ്റക്കാരനായി മാറും. അതൊക്കെ പുതിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ബേസ് തിയറം തന്നെ പറയുന്നത് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആ ഇവൻറ്റിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതാണല്ലോ ബേസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 മേഖലയിൽ ബേസ് തിയറി യൂസ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ, സ്പാമിൽ, റിസ്ക് അസസ് ചെയ്യാൻ, മെഷീൻ ലേണിങ്ങിൽ, ലീഗൽ എവിഡൻസിൽ. ഓക്കെ, അപ്പോൾ ബേസ് തിയറം എന്താണെന്ന് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, പ്രോബ്ലം പഠിക്കുക, ഇമ്പോർട്ടൻസ് പഠിക്കുക. ഇത്രയും ബേസ് തിയറത്ത് നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ. ഈ രീതിയിൽ അപ്പോൾ 3-4 ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഒന്ന് ജോയിൻ്റ് പ്രോബബിലിറ്റി, റിലേറ്റീവ് പ്രോബബിലിറ്റി, പിന്നെ മാർജിനൽ പ്രോബബിലിറ്റി, പിന്നെ കണ്ടീഷണൽ എന്താ നോക്കുക, ബേസ് തിയറും നോക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. തിയറി പോർഷൻസ് ആ 3 അനലിറ്റിക്സ്, ഇമ്പോർട്ടൻസ്, മെറിറ്റ്, ഡിമെറിറ്റ്, സ്റ്റെപ്സ്, ടൂൾസ്,
അതൊക്കെ ഒന്ന് കോമൺ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ച്, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടണിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അതേ സമയം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യാത്ത ആളുകളൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്